ഫെബ്രുവരി 28 മുതൽ ഗൾഫ് മേഖല ഒരു തീക്കളിയായി മാറുകയായിരുന്നു. സാധാരണക്കാരന്റെ കണ്ണിൽ പെടാതെ എന്നാൽ പേർഷ്യൻ കടലിൽ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് ഇടുത്തി വീണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BBC വെരിഫൈ നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം പറയുന്നത് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി സമ്മതിച്ചതിലും എത്രയോ ഭീകരമാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ ആ വ്യാപ്തിയെന്ന്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാൻ, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങി 8 ഗൾഫ് രാജ്യങ്ങളിലെ 28 US സൈനിക കേന്ദ്രങ്ങൾക്കാണ് ഇറാൻ പ്രഹരമേൽപ്പിച്ചത്. UAEയിലെ അൽ റുവൈസ്, അൽ സാദർ ബേസുകളിലും ജോർദാനിലെ മുവാഫാഖ് സാൽതി ബേസിലുമായി 3 അത്യാധുനിക ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററി സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. $1 ബില്യൺ വീതം വില വരുന്ന ഈ അതികായന്മാരെ മാറ്റി സ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ഓരോന്നിനും $1 ബില്യൺ. കൂടാതെ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലെ $700 ബില്യൺ വിലമതിക്കുന്ന E-3 സെൻട്രി നിരീക്ഷണ വിമാനവും ഇറാൻ ആക്രമണത്തിൽ തകർന്നു. ആകാശക്കണ്ണുകൾക്ക് നേരെയാണ് ഇറാൻ ഇടുത്തി വർഷിച്ചത്. F-15, F-35 യുദ്ധവിമാനങ്ങൾ, 24 MQ-9 റീപ്പർ ഡ്രോണുകൾ, A-10 അറ്റാക്ക് പ്ലെയിനുകൾ എന്നിവയുൾപ്പെടെ മൊത്തം 42 വിമാനങ്ങളാണ് തകരുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി അമേരിക്കൻ സഖ്യം ഇറാനിലെ 13,000 ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ തിരിച്ചടി അതിലും വലുതായിരുന്നു എന്ന് സംശയമില്ലാതെ പറയാം. തുടക്കത്തിൽ മിസൈലുകളാൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ഇറാൻ പിന്നീട് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായ ആക്രമണങ്ങൾ നടത്തി തങ്ങളുടെ തന്ത്രം മാറ്റി. അമേരിക്കൻ സൈന്യം തങ്ങളുടെ വിമാനങ്ങളെ മിസൈൽ പ്രഹര പരിധിക്കുള്ളിൽ നിന്ന് മാറ്റുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി തന്റെ സൈന്യത്തിന്റെ വിജയത്തെ പ്രശംസിക്കുകയും പശ്ചിമേഷ്യ ഇനി അമേരിക്കൻ താവളങ്ങൾക്ക് സുരക്ഷിതമായ ഇടമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ താവളങ്ങൾ തകർക്കുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ പഴയ സ്വാധീനം തിരിച്ചുപിടിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സംഭവത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയാതിരിക്കാൻ പ്ലാനറ്റ് പോലുള്ള ഉപഗ്രഹ ചിത്രദാതാക്കളോട് മേഖലയിലെ പുതിയ ചിത്രങ്ങൾ നൽകുന്നത് തടയാൻ അമേരിക്ക ആവശ്യപ്പെട്ടതായും സൂചനകളുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ആകെ ചെലവ് $29 ബില്യൺ എത്തുമെന്നാണ് പെന്റഗണിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വലിയൊരു ഭാഗം തകർത്ത ഉപകരണങ്ങൾ നന്നാക്കുന്നതിനോ മാറ്റി സ്ഥാപിക്കുന്നതിനോ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഗൾഫിലുടനീളമുള്ള US താവളങ്ങൾ ഇനിയും വലിയ അപകടത്തിലാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെയാണ് ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരാറിൽ എത്തിയെങ്കിലും പിന്നീട് വെടിനിർത്തൽ ലംഘിച്ച അവസ്ഥയായിരുന്നുള്ളത്. ഇറാനിലേക്ക് കടന്നുകയറി ആക്രമണം അമേരിക്ക നടത്തി. തിരിച്ചടിച്ച് ഇറാനും രംഗത്ത് വന്നിരുന്നു.